കോട്ടയത്തെ ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു രാഹുൽ താമസിച്ചിരുന്നത്. അവന്റെ ജീവിതം വളരെ ലളിതമായിരുന്നു. ഒരു ചെറിയ ഇലക്ട്രോണിക്സ് കട. പഴയ സാധനങ്ങൾ ശരിയാക്കുക. പഴയ പാട്ടുകൾ കേൾക്കുക. അതാണ് അവന്റെ ലോകം. പക്ഷേ അവന്റെ കടയിലെ ഏറ്റവും വിലപ്പെട്ട വസ്തു ഒരു പഴയ റേഡിയോ ആയിരുന്നു. വർഷങ്ങൾ പഴക്കമുള്ള ആ റേഡിയോയ്ക്ക് ഒരു പ്രത്യേക കഥ ഉണ്ടായിരുന്നു. കാരണം അതിലൂടെ തന്നെയാണ് അവൻ അവളെ ആദ്യമായി കേട്ടത്. അവളുടെ പേര് കാവ്യ. ഒരു റേഡിയോ അവതാരക. മധുരമുള്ള ശബ്ദം കൊണ്ട് ആളുകളുടെ മനസ്സ് തൊടുന്ന ഒരു പെൺകുട്ടി. രാഹുൽ ആദ്യമായി അവളെ കണ്ടത് ഒരു മഴയുള്ള വൈകുന്നേരമായിരുന്നു. അന്ന് അവൻ തന്റെ കടയിൽ പഴയ റേഡിയോ ശരിയാക്കുകയായിരുന്നു. പെട്ടെന്ന് റേഡിയോയിൽ ഒരു ശബ്ദം കേട്ടു. ചില ഓർമ്മകൾ നമ്മൾ സൂക്ഷിക്കുന്നില്ല, അവ നമ്മളെ സൂക്ഷിക്കുന്നു. ആ ശബ്ദം കേട്ട് രാഹുൽ നിശബ്ദനായി. അവൻ ആ പരിപാടി എല്ലാ ദിവസവും കേൾക്കാൻ തുടങ്ങി. ആ ശബ്ദത്തിന്റെ പിന്നിലെ വ്യക്തിയെ കാണണം എന്നൊരു ആഗ്രഹം അവനുണ്ടായി. ഒരു ദിവസം ഒരു പഴയ റേഡിയോ വാങ്ങാൻ കാവ്യ അവന്റെ കടയിൽ വന്നു. രാഹുൽ അവളെ കണ്ടപ്പോൾ ഞെട്ടി. ആ ശബ്ദം, ആ പുഞ്ചിരി, അവൾ തന്നെ. അവൾ ചോദിച്ചു, "ഈ റേഡിയോ ശരിയാക്കാമോ?" രാഹുൽ ചിരിച്ചു. "ശ്രമിക്കാം," അവൾ പറഞ്ഞു. "ഇത് പഴയതാണ്." രാഹുൽ റേഡിയോ നോക്കി പറഞ്ഞു. "പഴയതായാലും ചില വസ്തുക്കൾ ഉപേക്ഷിക്കാൻ പറ്റില്ല." കാവ്യ ചിരിച്ചു. "എന്തുകൊണ്ട്?" അവൻ പറഞ്ഞു. "അവയ്ക്ക് ഓർമ്മകൾ ഉണ്ടാകും." ആ വാക്കുകൾ അവളുടെ മനസ്സിൽ പതിഞ്ഞു. പിന്നീട് കാവ്യ പലപ്പോഴും അവന്റെ കടയിൽ വരാൻ തുടങ്ങി. റേഡിയോ ശരിയാക്കാൻ മാത്രമല്ല, സംസാരിക്കാൻ, ചിരിക്കാൻ. അവരുടെ സൗഹൃദം പതിയെ പ്രണയമായി മാറി. കാവ്യയ്ക്ക് രാഹുലിന്റെ ലളിതമായ ജീവിതം ഇഷ്ടമായിരുന്നു. അവൾ പറയും, "നീ പഴയ കാര്യങ്ങളെ ഇത്ര സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്?" രാഹുൽ ചിരിക്കും. "കാരണം പഴയതിൽ സത്യമായ ഓർമ്മകൾ ഉണ്ടാകും." അവൾ ചോദിക്കും, "അപ്പോൾ ഞാൻ?" അവൻ അവളെ നോക്കി പറയും, "നീ എന്റെ ഏറ്റവും നല്ല ഓർമ്മയാണ്." ഒരു ദിവസം കാവ്യ വിഷമത്തോടെ വന്നു. "എനിക്ക് പോകണം." രാഹുലിന്റെ മുഖം മാറി. "എവിടേക്ക്?" "മുംബൈയിലേക്ക്. എനിക്ക് വലിയൊരു റേഡിയോ ഷോയുടെ അവസരം കിട്ടി." അവളുടെ സ്വപ്നം. രാഹുൽ അവളെ തടഞ്ഞില്ല. പോകുന്ന ദിവസം അവൾ ആ പഴയ റേഡിയോ അവൻ തിരികെ നൽകി. രാഹുൽ അത്ഭുതപ്പെട്ടു. "ഇത് നിനക്കല്ലേ?" അവൾ ചിരിച്ചു. "വീണ്ടും ഇതിൽ എന്റെ ശബ്ദം കേൾക്കണം." അവൾ പോയി. ആദ്യ മാസങ്ങൾ അവർ സംസാരിച്ചു. കാവ്യയുടെ പുതിയ പരിപാടികൾ, രാഹുലിന്റെ ചെറിയ കടയിലെ കഥകൾ. പക്ഷേ സമയം മാറി. പുതിയ നഗരം, പുതിയ ജീവിതം, തിരക്ക്. സംസാരങ്ങൾ കുറഞ്ഞു. ഒരു ദിവസം കാവ്യയുടെ ശബ്ദം റേഡിയോയിൽ നിന്ന് അപ്രത്യക്ഷമായി. അവൾ പരിപാടി നിർത്തി. പിന്നീട് ബന്ധവും നഷ്ടപ്പെട്ടു. രാഹുൽ കാത്തിരുന്നു. അവൻ ആ റേഡിയോ എല്ലാ ദിവസവും വൃത്തിയാക്കും. പക്ഷേ അവളുടെ ശബ്ദം വീണ്ടും കേൾക്കാനായില്ല. 5 വർഷങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം രാഹുലിന്റെ കടയിലേക്ക് ഒരു സ്ത്രീ വന്നു. അവൾ ഒരു പഴയ റേഡിയോ നോക്കി. "ഇത് ഇപ്പോഴും ഉണ്ടോ?" രാഹുൽ ആ ശബ്ദം കേട്ട് നിശ്ചലനായി. "കാവ്യ." "വർഷങ്ങൾക്ക് ശേഷം." അവൾ ചിരിച്ചു. "നീ എന്നെ തിരിച്ചറിഞ്ഞോ?" രാഹുൽ ചിരിച്ചു. ചില ശബ്ദങ്ങൾ ഒരിക്കലും മറക്കില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. "നീ എന്നെ കാത്തിരുന്നോ?" രാഹുൽ റേഡിയോ എടുത്തു. "ഞാൻ നിന്നെ മാത്രമല്ല, നിന്റെ ശബ്ദത്തെയും." അവൾ പതുക്കെ പറഞ്ഞു. "ഞാൻ ഒരുപാട് കാര്യങ്ങൾ നേടി. പക്ഷേ എന്റെ മനസ്സിന് സമാധാനം കിട്ടിയത് ഇവിടെ ആയിരുന്നു." രാഹുൽ ചോദിച്ചു, "ഇനി വീണ്ടും പോകുമോ?" കാവ്യ ചിരിച്ചു. "ഇനി ഇല്ല. കാരണം എന്റെ കഥയുടെ ഏറ്റവും നല്ല ഭാഗം ഇവിടെയാണ്." അന്ന് അവർ ആ പഴയ റേഡിയോ വീണ്ടും ഓൺ ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം അതിൽ നിന്ന് വീണ്ടും കാവ്യയുടെ ശബ്ദം കേട്ടു. ചില യാത്രകൾ നമ്മളെ ദൂരേക്ക് കൊണ്ടുപോകും. പക്ഷേ അവസാനം നമ്മളെ തിരികെ കൊണ്ടുവരുന്നത് സ്നേഹമാണ്. ഒരു വർഷത്തിനു ശേഷം അവർ വിവാഹിതരായി.
രാഹുലിന്റെ കടയുടെ പേര് മാറി. ഓർമ്മകളുടെ റേഡിയോ. ആ പഴയ റേഡിയോ ഇപ്പോഴും അവിടെ ഉണ്ട്. അതിന്റെ മുകളിൽ ഒരു ചെറിയ കുറിപ്പ്. ചില ശബ്ദങ്ങൾ കേൾക്കാൻ ചെവികൾ മാത്രം മതി. അവയെ തിരിച്ചറിയാൻ ഹൃദയം വേണം.